ദൈവ തിരുനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലേവ്യ പുസ്തകം 5ഉം 6ഉം അധ്യായത്തിൽ 5ാം അധ്യായത്തിൽ തുടങ്ങുന്നത് തന്നെ ഒരുത്തൻ സത്യവാചകം കേട്ടിട്ട് താൻ സാക്ഷിയായി കാണുകയോ അറിയുകയോ ചെയ്തത് അറിയിക്കാതെ അങ്ങനെ പാപം ചെയ്താൽ അവൻ നിന്റെ കുറ്റം വഹിക്കണമെന്നാണ്. അപ്പോൾ ഈ യാഗങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനപ്പെട്ട ഇവിടെ പറയുന്നത് മനുഷ്യൻ്റെ തെറ്റിന് പ്രായശ്ചിത്തമായിട്ടാണ് എല്ലാം. അവൻ്റെ തെറ്റുകൾക്ക് എങ്ങനെ പ്രായശ്ചിത്തം കഴിക്കണം, ഏത് രീതിയിലുള്ള യാഗമർപ്പിക്കണം, അതിനെക്കുറിച്ചാണ് പ്രധാനമായിട്ടും പ്രതിപാദിക്കുന്നത്. ഇവിടെ ആദ്യം പറയുന്നത് ഒരു സത്യവാചകം കേട്ടിട്ട് താൻ സാക്ഷിയായി കാണുകയോ അറിയുകയോ ചെയ്ത് അറിയിക്കാതെ അങ്ങനെ പാപം ചെയ്താൽ, ഇതാണ് ഈ സാക്ഷ്യം പറയുന്നതിൻ്റെ ഒരു ബേസിക് എന്ന് പറയുന്നത്. അതായത് ഒരു സത്യവാചകം കിട്ടി, ഒരു അനുഭവം കിട്ടി, അത് മറ്റുള്ളവരോട് സാക്ഷിക്കുക എന്ന് പറയുന്നത്, അതാണ് സാക്ഷിയാകുക എന്ന് പറയുന്നത്. അത് ദൈവത്തിന് അപ്പോസ്തലന്മാരെല്ലാം സാക്ഷികളാണ്. ഇപ്പോൾ പെന്തിക്കോസ്തിയെക്കുറിച്ച് പറയുമ്പോൾ പെന്തിക്കോസ്തിയിൽ എന്താ പറയുക, നിങ്ങൾ ഉയരത്തുനിന്ന് ശക്തി ധരിക്കുവോളം യെരൂശലേമിൽ കാത്തിരിക്കണമെന്ന് കർത്താവ് അവരോട് പറയുന്നുണ്ട്. പെന്തിക്കോസ്തി അത് 10 ദിവസം ഒരു കാത്തിരുന്നു. സ്വർഗാരോഹണത്തിന് ശേഷം 10 ദിവസം ശിഷ്യന്മാർ കാത്തിരുന്നു. ഒരു 10 ദിവസം അവർക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ 50ാം പെരുന്നാളിന് ആദ്യഫല പെരുന്നാൾ, വാരോത്സവം, ഈ ആദ്യഫലം ശേഖരിക്കുന്ന ആ പെരുന്നാൾ കറക്റ്റ് ആ ദിവസം തന്നെയാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച അവിടെ അവർക്ക് ലഭ്യമാകുന്നത്. അപ്പോൾ അവിടെ കർത്താവ് പറയുമ്പോൾ ഈ കാത്തിരിക്കണമെന്ന് പറഞ്ഞിട്ട്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും. അപ്പോസ്തല പ്രവൃത്തികൾ 1:8 നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലെല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. പ്രസംഗകരാകുമെന്നോ വേറെ ഒന്നുമല്ല, സാക്ഷികളാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ശക്തി ലഭിച്ചാൽ സാക്ഷികളാകുക, ദൈവത്തിൻ്റെ സാക്ഷ്യം വഹിക്കുക. നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സാക്ഷികളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സാക്ഷ്യം നമ്മൾ വഹിക്കുന്നവരാണ് വഹിക്കുന്ന പെട്ടകങ്ങൾ. ദൈവത്തിൻ്റെ സാക്ഷിയാകുക എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായൊരു കാര്യം തന്നെയാണ്. അപ്പോസ്തലന്മാരെല്ലാം സാക്ഷ്യം വഹിച്ചതാണ്. പിന്നെ അവർ ഇതിനോടനുബന്ധിച്ച് നമുക്ക് കാണാനായിട്ട് പറ്റും. യോഹന്നാന്റെ സുവിശേഷം തുടങ്ങുന്നത് തന്നെ, യോഹന്നാൻ ശ്ലീഹ അധ്യായം തുടങ്ങുമ്പോൾ തന്നെ പറയുന്നത് ഇങ്ങനെയാണ്. അത് ഇവൻ്റെ ലേഖനമാണ്, 1ാം ലേഖനം. അവിടെ പറയുകയാണ്, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കയ്യിൽ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടി നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങളിത് നിങ്ങൾക്ക് എഴുതുന്നു. ഇവർ സാക്ഷ്യമായിരുന്നത്, കണ്ടത്, കേട്ടത്, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടത്, ഞങ്ങൾ നോക്കിയത്, ഞങ്ങളുടെ കൈ തൊട്ടത്, ആ ജീവൻ്റെ വചനം സംബന്ധിച്ചത് സാക്ഷിയാവുകയാണ്. അപ്പോസ്തലന്മാർ സാക്ഷികളാകുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഓരോ ക്രിസ്ത്യാനിയും ഈ ദൈവിക സാക്ഷ്യം വഹിക്കണമെന്നാണ് പറയുന്നത്. ദൈവിക അനുഭവങ്ങൾ പ്രാപിച്ച് ദൈവസാക്ഷ്യം വഹിക്കുന്നവരാണ്, ദൈവ സാക്ഷ്യവാഹകരായിട്ട് മാറണം. ദൈവത്തെ വഹിക്കുന്നവരാണ്, ദൈവത്തിൻ്റെ സാക്ഷ്യം വഹിക്കുന്നവരുമാണ് നമ്മൾ. എന്നിട്ട് ഇവിടെ പറയുന്ന, ഒരുത്തൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുകയും അതവന് മറവായിരിക്കുകയും ചെയ്താൽ അത് അറിയുമ്പോൾ അവൻ കുറ്റക്കാരനാകത്തീരും. ഓരോന്നിനും അങ്ങനെ അതിൻ്റെ യാഗത്തിൻ്റെ പ്രമാണങ്ങളാണ് പറയുന്നത്. നമ്മൾ അതിൻ്റെ ഇതിലേക്ക് പോകുന്നില്ല. ഇനി കുറ്റക്കാരനാകുമ്പോൾ താൻ പാപം ചെയ്തു എന്നവൻ ഏറ്റുപറയണം. താൻ ചെയ്ത പാപനിമിത്തം യഹോവയ്ക്ക് അകൃത്യയാഗമായി ചെമ്മരിയാട്ടിൻകുട്ടിയോ കോലാട്ടിൻകുട്ടിയോ ആയ ഒരു പെണ്ണാടിനെ പാപയാഗമായി കൊണ്ടുവരണം. ആട്ടിൻകുട്ടിക്ക് വകയില്ലെങ്കിൽ താൻ ചെയ്ത പാപനിമിത്തം 2 കുറുപ്രാവിനെയോ 2 പ്രാവിൻ കുഞ്ഞിനെയോ ഒന്നിനെ പാപയാഗമായി മറ്റേതിന് ഹോമയാഗമായി യഹോവയ്ക്ക് കൊണ്ടുവരണം. ഈ കർത്താവ് യേശുക്രിസ്തുവിന് ഒരു ആട്ടിൻകുട്ടിക്ക് പോലും വകയില്ലായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം മാതാപിതാക്കൾ അവിടെ കൊണ്ടുവരുമ്പോൾ ചങ്ങാലിയെ കൊണ്ടുവരികയാണ്. പ്രാവിൻ കുഞ്ഞിനെയാണ് കൊണ്ടുവരുന്നത്, ആടിനെ കൊണ്ടുവരുന്നില്ല. മറ്റൊരു വസ്തുത, ആടെന്ന് പറയുന്നത് ദൈവ കുഞ്ഞാടായിട്ട് യേശു തന്നെ വരികയാണ്. പിന്നെ അവിടെ പ്രാവായിട്ടാണ് അവർ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിനാണ് അവർ വകയുണ്ടായിരുന്നുള്ളതാണ് അവിടെ പറയുന്നതിൻ്റെ ഒരു ഇത്. അങ്ങനെ കൊണ്ടുവന്നിട്ട് പാപയാഗമായി മറ്റേതിന് ഹോമയാഗമായി യഹോവയ്ക്ക് കൊണ്ടുവരണം. അവൻ അവയെ പുരോഹിതൻ്റെ അടുത്ത് കൊണ്ടുവരണം. അവൻ പാപയാഗത്തിനുള്ളതിന് മുമ്പേ അർപ്പിച്ച് അതിൻ്റെ തല ഇവിടെ എല്ലാം പറയുന്നത്
5:15 വാക്യത്തിലേക്ക് വരുമ്പോൾ, അബദ്ധവശാൽ അതിക്രമം ചെയ്ത് പിഴച്ചുവെങ്കിൽ അതിൻ്റെ അകൃത്യത്തിന് വിശുദ്ധ മന്ദിരത്തിൽ തൂക്കപ്രകാരം നിയമിക്കുന്നൊരിക്കലും ഊനമില്ലാത്ത ഒരു ആട്ടുകൊറ്റിന് അകൃത്യയാഗമായ യഹോവയ്ക്ക് കൊണ്ടുവരണം. അവിടെ അകൃത്യയാഗം എന്ന് പറയുന്നൊരിതാണ്. അത് പിന്നെ 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴും എല്ലാം അവൻ അകൃത്യമായി ചെയ്തതൊക്കെയും അവനോട് ക്ഷമിക്കും. ഈ യാഗത്തിൻ്റെ ഇതെല്ലാം അകൃത്യയാഗം ആണ് അപ്പോൾ ഇത് ഇന്നത്തെ എങ്ങനെയായിരിക്കും? ഇത് നമ്മൾ വീണ്ടും അത് യേശുവിലേക്ക് ബന്ധിപ്പിക്കുകയാണ്. കാരണം എല്ലാം ക്രിസ്തുവിൻ്റെ നിഴലാണ്, പൊരുൾ ക്രിസ്തുവിലാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 53-ാമത്തെ അധ്യായമാണ് യേശുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് പറയുന്നതായ മനോഹരമായൊരു അധ്യായം. പഴയ പ്രവചനങ്ങളിൽ ഏറ്റവും മനോഹരമായ ക്രൂശീകരണത്തെക്കുറിച്ച് പറയുന്നതാണ്. അവിടെ നാം അവനെ ആദരിച്ചില്ല, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. 4-ാമത്തെ വാക്യം, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. അവിടെ പറയാം യേശുവിൻ്റെ ക്രൂശിലെ യാഗത്തെക്കുറിച്ചാണ്. അവൻ എന്തിനാണ്? ദൈവനെ ശിക്ഷിച്ചതല്ല, മറിച്ച് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു ഇരിക്കുന്നു. നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. നാം ഭരിക്കേണ്ടുന്ന സ്ഥാനത്ത് ക്രിസ്തു മരിച്ചു. നമുക്ക് വേണ്ടി പരിഹാര ബലിയായി മാറി. നമുക്ക് വേണ്ടി നമ്മൾ മരിക്കേണ്ട സ്ഥാനത്ത് തൻ്റെ മരണത്താൽ നമ്മുടെ മരണം മായ്ച്ചു കളഞ്ഞ. അങ്ങനെ വന്നിട്ട് 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി. അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ്സ് പ്രാപിക്കും. യഹോവയുടെ ഇഷ്ടം അവന് നടക്കുകയും ചെയ്യും. അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. അപ്പോൾ നമ്മൾ ഈ ക്രൂശിലേക്ക് വരുമ്പോൾ നോക്കുമ്പോൾ ആ യാഗം അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ തന്നെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തയാഗമായി തീർന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ അർപ്പണ ചെയ്യുമ്പോൾ, നമ്മുടെ അകൃത്യങ്ങളെല്ലാം നമ്മൾ ഏറ്റുപറയുമ്പോൾ, അവിടെ എല്ലാം ഈ ഒരു ട്രാൻസാക്ഷനാണ് നടക്കുന്നത്. നമ്മുടെ ഈ കൊണ്ടുവരുന്ന യാഗമൃഗത്തെ നിർത്തിയിട്ട് ആ പുരോഹിതൻ എന്ത് ചെയ്യും? ആ യാഗവസ്തുവിന്മേലും ഈ യാഗം അർപ്പിക്കുന്ന വ്യക്തിയുടെ മേലും കൈവെക്കും. എന്നിട്ട് ഈ മൃഗത്തിന്മേൽ ഈ പാവങ്ങളെല്ലാം ട്രാൻസാക്ഷൻ, അതിൻ്റെ കൈമാറ്റം ചെയ്യുമെന്ന് പറയുന്നത്. എന്നിട്ടാണ് ഇറക്കുന്നത്. അങ്ങനെ ഒരു മനസ്സാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്താൻ അങ്ങനെ ഒരു ഇത് അവർക്ക് കിട്ടുകയാണ്. നമ്മൾ 3-4 ഒക്കെ കണ്ടു. അവിടെയൊക്കെ കണ്ട അകൃത്യയാഗം എന്ന് പറഞ്ഞു. പിന്നെ യേശുവാണ് യാഗങ്ങൾ പൂർത്തീകരണമെന്ന് കണ്ടു. പിന്നെ 6-ാമത്തെ അധ്യായത്തിലേക്കും വരുമ്പോഴത്തേക്കും അത് തന്നെയാണ് നമ്മൾ വായിച്ചതുപോലെ തന്നെ കാരണക്കാണ്. ഒരു കാര്യം പറയും, 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ 12 യാഗപീഠത്തിൽ തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കണം. 13-ാമത്തെ വാക്യത്തിലും യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഒരു ദൈവത്തിൻ്റെ തീ അത് എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണമെന്നാണ് പറയുന്നത്. ഒരു ഉണർവ്, നമ്മുടെ ആന്തരികമായ ഒരു ചൈതന്യം, നമുക്ക് എപ്പോഴും ദൈവത്തോടുള്ള ഒരു ബന്ധം അതെപ്പോഴും കെട്ടുപോകാതെ നമ്മൾ സൂക്ഷിക്കാനായിട്ട് സാധിക്കണം. 6-ാമത്തെ അധ്യായം ഒരു അവസാനം വരുമ്പോഴത്തേക്കും എന്നാൽ വിശുദ്ധ മന്ദിരത്തിൽ പ്രായശ്ചിത്തം കഴിക്കുവാൻ സമാഗമന കൂടാരത്തിനകത്ത് രക്തം കൊണ്ടുവരുന്ന പാപയാഗത്തെ, അവിടെ യാഗങ്ങളുടെ എല്ലാത്തിൻ്റെ പൂർത്തി എന്ന് പറയും. ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നത് അവിടെ എഫേസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ 5-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, ആകയാൽ പ്രിയ മക്കളെന്ന പോലെ ദൈവത്തെ അനുകരിക്കുവിൻ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടക്കുവിൻ. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേര് പറക പോലും അരുത്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയില്ലാത്തവ ഒന്നുമരുത്. സ്തോത്രം അത്രേ വേണ്ടത്. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്ക് ആർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അവിടെ വന്നിട്ട് പറയാം, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. 8-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ വെളിച്ചത്തിൻ്റെ സാക്ഷികളായിട്ട് മാറുകയാണ്. യേശു സൗരഭ്യവാസനായ വഴിപാടായിട്ട് നമുക്ക് വേണ്ടി മാറി. ഇനി അത് കൊലോസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ കാണുകയാണ്, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി. ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെ അവനെ കൊണ്ട് അതിനോട് നിരൂപിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. അകൃത്യയാഗമായി തീർന്ന കർത്താവ്, പാപയാഗമായി തീർന്ന കർത്താവ് ഇവിടെ
സമാധാനയാഗമായി തീർന്ന യേശു. അതുകൊണ്ട് നമ്മൾ ആ ക്രൂശിലേക്ക് നോക്കുമ്പോൾ എല്ലാ യാഗങ്ങളെയും പൂർത്തീകരണം കാണാൻ പറ്റും. ആ അനുഭവങ്ങളൊക്കെ നമുക്ക് സിദ്ധിക്കുവാൻ, നമ്മളിലേക്ക് അത് പകരപ്പെടുവാൻ, നമുക്കത് അനുഭവമാകുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹവാനും കരുണാസമനനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനസ്സിലുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ഞങ്ങളുടെ ദൈവമേ, ഈ ഒരു ദിവസത്തിനായും കൂടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ കേട്ടത്, ധ്യാനിച്ചത് ആ യാഗങ്ങളിലെ എല്ലാം വിവരണങ്ങൾ, അതെല്ലാം കർത്താവെ നിന്നിൽ നിന്ന് പൂർത്തീകരിക്കപ്പെട്ടു. ഇനിയൊരു യാഗവും ശേഷിക്കുന്നില്ല നിങ്ങൾ തിരുവഴുത്ത് ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്തുതി. എന്നാൽ ഏകയാഗമായി തീർന്ന, മഹായാഗമായി തീർന്ന ആ യാഗത്തിൽ ഞങ്ങൾ ആശ്രയിപ്പാനും എപ്പോഴും നിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാനും, എവിടെയെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കുമ്പോൾ, അത് ഓർമ്മ വരുമ്പോൾ നിൻ്റെ സന്നിധിയിലേക്ക് വന്നേറ്റു പറഞ്ഞ് കഴുകൽ പ്രാപിക്കുവാൻ, ശുദ്ധീകരണം പ്രാപിക്കുവാൻ ഞങ്ങളിവിടെ നിന്ന് സഹായിക്കണമേ. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു എന്ന തിരുവഴുത്ത് പ്രകാരം അവിടുന്ന് ഞങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുന്ന, ശുദ്ധീകരിക്കുന്നതുമായിരിക്കുക. സ്തോത്രം. കർത്താവെ, ഞങ്ങൾ സത്യവാചകം കേട്ടിട്ട് സാക്ഷിയായില്ലെങ്കിൽ കുറ്റം വഹിക്കണമെന്ന് പറയുന്നു. ഞങ്ങളെ അവിടുത്തെ ജീവനുള്ള സാക്ഷികളായപ്പോഴും മാറ്റണമേ. ഞങ്ങൾ അറിഞ്ഞ സത്യം, ലഭിച്ച സത്യം പറയേണ്ടടുത്ത് പറയേണ്ടതുപോലെ പറയുവാൻ ഞങ്ങൾ ഇവിടുത്തെ ആത്മാവിനാൽ ശക്തീകരിക്കണമേ. ആ സാക്ഷ്യം ഞങ്ങൾക്ക് തരണം. അപ്പോസ്തലന്മാർക്ക് ലഭിച്ച, ഞങ്ങളുടെ കണ്ണ് കണ്ടത്, ഞങ്ങളുടെ ചെവി കേട്ടത്, ഞങ്ങളുടെ കൈകൊണ്ട് തൊട്ടത് ആയ ജീവൻ്റെ വചനം സംബന്ധിച്ചവർ പറഞ്ഞ പോലെ ഞങ്ങൾക്കും അനുഭവങ്ങൾ തരണമേ. ജീവനുള്ള സാക്ഷ്യങ്ങൾ തരണമേ. പ്രകാരം ജീവനുള്ള സാക്ഷികളായി ഞങ്ങളെ മാറ്റണമേ. ഉയരത്തിലെ ശക്തി ഞങ്ങളെ ധരിപ്പിക്കണമേ. നിൻ്റെ ബലം കൊണ്ട് ഞങ്ങളുടെ മുറുക്കണമേ. ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെ നടത്തില്ല കൃപയ്ക്കായി സ്തുതിക്കുന്നു. പ്രിയ മക്കൾ എന്നപോലെ കർത്താവെ, ഞങ്ങൾ നിൻ്റെ അടുക്കലായിരിക്കാൻ നീ ഞങ്ങൾക്ക് വേണ്ടി സൗരഭ്യവാസനയായ യാഗമായി പിതാവിലേക്ക് ആയിത്തീർന്നല്ലോ. അതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാം തിരുസനെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. അവിടുത്തെ ക്രൂശിൽ ഞങ്ങളെ മറയ്ക്കണമേ. തിരു രക്തത്താൽ പുതിയണമേ. അവിടുത്തെ ആത്മാവിനായി ഞങ്ങൾ സകല തത്വത്തിലും വഴി നടത്തണമേ. പ്രിയപുത്രൻ്റെ നാമത്തിന് താഴ്മയെ വീക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണം. സ്വർഗീയ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. എനിക്കായി ഗോൽഗോഥാവിൽ ചിന്തിയ രക്തം എൻ പാപക്കറകളെ ശുദ്ധീകരിച്ചിടാൻ, എനിക്കായി നീയേറ്റൊരു പീഡകളെന്നുമെൻ അന്തരംഗത്തെ ദിനം മൃദുവായി നിലനിർത്തുവാൻ, കാൽവരിമലയിലെന്നാഥന്റെ വേദന ഇന്നുമെന്നകതാരിൽ നീറിയിടുന്നു. പാപശാന്തിക്കായി കാൽവരി ക്രൂശിൽ മൂന്നാണിമേലവൻ തൂങ്ങിയിടുന്നു. രക്ഷകായ വേദനകാ